കേരളം കാത്തിരുന്ന ജനവിധി നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഞെട്ടലുകളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, വിസ്മയങ്ങളുണ്ട്. കേരളം മാത്രമല്ല, തമിഴ്നാടും ബംഗാളും ആസാമും ഒക്കെ തരംഗങ്ങളുടെ തരംഗം എന്നേ പറയാൻ കഴിയൂ. വിജയിത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. ബംഗാളിൽ മമതയെ പുറത്താക്കിക്കൊണ്ട് BJP അധികാരം വരുന്നു. അസാമിൽ തുടരുന്നു, പുതുച്ചേരിയിൽ തുടരുന്നു. കേരളത്തിൽ UDFന്റെ വമ്പൻ തരംഗം. ഇപ്പൊ നേരത്തെ ശ്രീജ VD സതീശൻ പറഞ്ഞേ കേട്ടുള്ളൂ. വിസ്മയങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. പക്ഷേ രാഷ്ട്രീയക്കാർ പലതും പറയുമ്പോൾ അതൊക്കെ ഉണ്ടാകും, അങ്ങനെ പരിഹാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ ഞാൻ പറഞ്ഞതിന് കൃത്യമായ അടിസ്ഥാനമുണ്ടായിരുന്നു. അതിപ്പോൾ തെളിയിക്കപ്പെട്ടു എന്നാണ് ആരാണ് നേതൃത്വം നൽകിയത് എന്നുകൂടി വാക്കുകളിൽ പറയുന്നു. തീർച്ചയായും 102 സീറ്റ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 102 സീറ്റിലാണ് UDF ലീഡ് ചെയ്യുന്നത്. 35 സീറ്റിൽ LDF ഉണ്ട്. NDA 3 സീറ്റ് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതം എന്നല്ലാതെ ഈ ജനവിധിയെ ഒന്നും പറയാൻ കഴിയില്ല. എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചതിനും അപ്പുറത്തേക്ക് ഒരു വലിയ വിജയം. എവിടെ നിന്ന് നിങ്ങൾ 100 സീറ്റ് കൊണ്ടുവരും എന്നായിരുന്നു UDF കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട. സതീശന്റെ എക്സിറ്റ് പോൾ, പക്ഷെ അത് പ്രീ പോൾ ആയിരുന്നു. പ്രീ പോളിൽ സതീശന് ഒരു 100 സീറ്റ് പറഞ്ഞിരുന്നു. അതിനും അപ്പുറത്തേക്കുള്ളൊരു വിജയം. എവിടെ നിന്ന് ഈ സീറ്റ് എന്നതായിരുന്നു സതീശൻ നേരിട്ട, UDF നേരിട്ട ഏറ്റവും വലിയ ചോദ്യം. അതിനുത്തരം ഇതാ ഈ കാണുന്ന പട്ടികകളാണ്, നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടികകളാണ്. ഇപ്പോൾ നായകന്മാരിൽ ഒരാൾ തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥി വിജയിച്ച ആദ്യമായിട്ട് തകർത്തത് ബഹുമാനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയശില്പികളാണ് എൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഈ സമയത്ത് ഞാൻ അധികമായി സംസാരിക്കുന്നതിൽ ശരിയല്ല. പക്ഷെ ബഹുമാനായിട്ടുള്ള MP അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം തീർച്ചയായിട്ടും ഇക്കാര്യത്തിലുണ്ട്. അദ്ദേഹം തൃക്കരിപ്പൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഒരുപക്ഷെ ഞങ്ങൾക്ക് ബഹുപ്പെട്ട MP. കാരണം അദ്ദേഹത്തിന് ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നുക്ക് ആൻഡ് കോർണർ സംബന്ധിച്ച് കൈവെള്ളയിലെ രേഖ പോലെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുകയും ഇത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം അത് കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചയാളാണ്. ഒപ്പം എൻ്റയർ UDF ലീഡർഷിപ്പ്, ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ ബഷീർ ചാ ഉൾപ്പെടെയുള്ള ശ്രീ രാജേന്ദ്രൻ വക്കീൽ അടക്കമുള്ള UDFന്റെ നേതൃത്വം, ആ നേതൃത്വം ഒറ്റക്കെട്ടായി ടീം UDF ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തു. തൃക്കരിപ്പൂരിലെ ഈ ഉജ്ജ്വല വിജയത്തിന് പുറകിൽ ആ UDFന്റെ ഈ കൂട്ടായ നേതൃത്വത്തിൻ്റെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MP നൽകിയിട്ടുള്ള നേതൃത്വത്തിൻ്റെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ വിജയം സാധ്യമായത്. ഒപ്പം AICC ലീഡർഷിപ്പ്, KPC ലീഡർഷിപ്പ്, ഒപ്പം മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പാണക്കാട് മുന്നിൽ വന്ന് അഭിമാനത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് പേരിൽ ഒരാൾ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി വിജയം നേടിയിരിക്കുന്നു.